ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഇതുവരെ പോവാത്തൊരു ഏരിയയിലാണ്. നമ്മൾ ബുറൈദയിലെ ഏറ്റവും ഫേമസ് ആയ ഡിയർ ഫാം ബുറൈദ എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ഫാമിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ എൻട്രി ഫീ ഇല്ല. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. ഒരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു അദ്ദേഹം നടത്തുന്ന ഒരു ഫാമാണ്. അദ്ദേഹം ഭയങ്കര ജനറസ് ആണ്. ഭയങ്കര പോസിറ്റീവ് റിവ്യൂസൊക്കെയാണ് ഈ സ്ഥലത്തെക്കുറിച്ച് അദ്ദേഹത്തെക്കുറിച്ച് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് എന്തായാലും അകത്തേക്ക് പോയി നോക്കാം. അദ്ദേഹത്തെ കാണാൻ പറ്റുകയാണെങ്കിൽ ആ വിശേഷങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാം. നമുക്ക് അകത്ത് പോയി കാര്യങ്ങൾ കാണാം. ഏറ്റവും നല്ല അടിപൊളി മാനിറച്ചി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും അവർ ലിപ്സ്റ്റിക് ഇട്ട ഒട്ടകപക്ഷി ഗായ്സ്. ജസ്റ്റ് എൻട്രൻസിൽ നിന്ന് അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഇവിടെ നിന്ന് അറ്റം കാണുന്നില്ല, ഒരുപാടുണ്ട്. കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ ഡേറ്റ് ഫാംസ് ഇങ്ങനെ കാണാം. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് വണ്ടിയിൽ ഇത് എവിടം വരെ ഉണ്ടെന്നൊന്ന് പോയി നോക്കാം. നടന്ന് നമ്മൾ എത്തില്ല. അപ്പോൾ എന്തായാലും ആദ്യം നമുക്ക് വണ്ടിയിലേക്ക് കയറാം, എന്നിട്ടൊന്ന് കാണാം. രണ്ട് സൈഡിലും ഇതുപോലെ തിക്കായിട്ടുള്ള ഫാമാണ്. അത് കഴിഞ്ഞ് നമ്മൾ മെയിൻ ഫാം ഏരിയയിലേക്ക് കടക്കുന്നതിന് മുമ്പ് കാണുന്നത് അവരുടെ വീടാണ്. ഇതാണ് മച്ചാന്മാരെ വീട്. ഒരു കിടിലൻ സാധനമാണ് കേട്ടോ. മുതിരൊക്കെ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ലേഡീസൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കങ്ങനെ എൻട്രി ഒന്നും ഇല്ല. അപ്പോൾ ഇവരടുത്ത് ചോദിക്കായിരുന്നു. ഇവരുടെ അവരുടെ ഡ്യൂട്ടിയും ഇവിടുത്തെ കൈകാര്യമൊക്കെ ചെയ്യുന്ന ആളുകളാണ്. ബംഗ്ലാദേശ് സ്വദേശികളാണ് രണ്ടാളും. അസ്കർ ഭായ്, അസ്കർ അലിയ, അസ്കർ, മാഷാല്ലാ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഫ്രണ്ടിലേക്ക് പോവാം. ഒരുപാട് സംഭവങ്ങൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. മാനെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ മാനുണ്ട്. നമുക്ക് ഫസ്റ്റ് അത് സ്റ്റാർട്ട് ചെയ്തിട്ട് പോവാം. അപ്പോൾ ഫാമിൽ നമ്മുടെ യാത്രകൾ, കാഴ്ചകൾ ഇവിടെ തുടങ്ങാണ്. ആദ്യമായിട്ട് നമ്മൾ കണ്ട നല്ല മാനുകളെയാണ്. ആ മാനുകളുടെ കൂട്ടത്തെയാണ് നമ്മുടെ കണ്ണിൽ ആദ്യമായിട്ട് വിട്ടത്. നല്ല അടിപൊളിയായിട്ട് ഫാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ. അതാണ് മെയിൻ ഇതിൻ്റെ ഹൈലൈറ്റ്. മാത്രമല്ല സൗദി അറേബ്യയിൽ റിയാദിൽ നിന്നും കസീമിൽ ബുറൈദയിൽ വരുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല അടിപൊളി മാനിറച്ചി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പേ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. മാത്രമല്ല അവർ അത്ര നീറ്റായിട്ട് കൊണ്ടുവന്ന മാനുകളാണ്. ഒരുപാട് ടൈപ്പ് മാനുകൾ അവിടെ ഉണ്ടായിരുന്നു. പേരെന്താ? ഇത് ബാഹുബലിയിലെ കുതിരയാണോ? അതെ, ബാഹുബലി എന്നാ പേരെന്ന് തോന്നുന്നു. വലിയ മൂക്ക. കുതിരകൾക്ക് കുടിക്കാനായിട്ട് കൂടിന്റെ പുറത്ത് ഇങ്ങനെ വെള്ളവും വെച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ, സൗദികളായാലും നമ്മുടെ നാട്ടുകാർ എല്ലാവരും, ഇന്ത്യയിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ, മലയാളികളൊക്കെ ഒരുപാട് വരുന്നുണ്ട് ഈ സ്ഥലം കാണാനും കേട്ട്. കാരണം ഭയങ്കര റിവ്യൂ ആണ് ഇവിടെ ഉള്ള ആളുകളെ ഈ ഒരു ഫാമിനെ പറ്റിയിട്ടോ. ഭയങ്കര റിവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ആണല്ലോ. ഇതിനൊരു ചിലവും കാര്യങ്ങളും നമുക്കില്ല, ഒരു പാസ്സും ഇല്ല, ഒന്നുമില്ല. അതാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ആളുകൾ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫുഡ് എറിയുന്നിടത്തേക്ക് അവർ കൂട്ടായിട്ട് ഇങ്ങനെ ഓടി വരികയാണ്. എടുത്തു കൊടുത്തു അടിയിൽ നിന്ന് കൈയിട്ടിട്ട് കൊടുത്തു. എടുത്തോ ആ ടപ്പറിട്ട് കൊടുത്തു. നല്ല പേടിയുണ്ട്. അത് എന്തെങ്കിലും കുത്തോന്നോ അല്ലെങ്കിൽ തല അങ്ങോട്ട് ഇടുമെന്നൊക്കെ പേടിയുണ്ട്. അതുകൊണ്ടാണ്. നല്ല രസമുണ്ട് കേട്ടോ. അതിൻ്റെ കൊമ്പും പുള്ളിയും എല്ലാം കാണാൻ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഫാമിൽ അവരിതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇത്രയും മാനുകളെ നല്ല നീറ്റായിട്ടാണ് വെച്ചേക്കുന്നത്. ഇവിടെ എന്താ ഉള്ള ആട്. ഓക്കെ, ആടുകളുണ്ട്. കുറെ ടൈപ്പ് ആടുകളുണ്ട് കേട്ടോ. സാധാരണ കോലാടല്ലേ, എന്തൊക്കെ ആടുകളാണ്, എന്തൊക്കെ ആടുകളാണ് ഉള്ളതെന്നുള്ളത്. ആ മിസ്സാനെ കണ്ടിട്ട് വരുന്നൊരു ആട്. ആടിന്റെ പേര് ഏതോ പ്യാരിയാണ്. കുറെ ആടുകളുണ്ട് കേട്ടോ. ഇത്ര എക്സ്പ്ലോർ ചെയ്യാനുണ്ടെന്നുള്ളത് നമുക്ക് ശരിക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഒരുപാട് ടൈപ്പ് ആടുകളുണ്ട് കേട്ടോ.
സാധാരണ നമ്മളൊരു ആട്ടിൻകൂടിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ആടിൻ്റെയൊക്കെ ഒരു തരം സ്മെല്ലും എല്ലാം ഉണ്ടാവും, അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് നമ്മളൊരു ആട്ടിൻകൂടിൻ്റെ അടുത്താണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനൊരു ഫാമിൻ്റെ അടുത്താണ് നിൽക്കുന്നതെന്ന് നമുക്ക് തോന്നൂല. അത്ര നീറ്റാണ്, വേറെ മറ്റൊരു സ്മെല്ലും അവിടെ നമുക്ക് തോന്നൂല. ഇവിടെ കൃഷിയിടങ്ങൾ നനയ്ക്കാൻ വേണ്ടി ഇവർ യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ് ഈ കാണുന്നത്. ഇതിൽ അവർ 2 റൊട്ടേറ്റിംഗ് ടയർ 2 സൈഡിലും വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു മോട്ടർ ഘടിപ്പിച്ചിട്ട് അതിലൂടെ യൂസ് ചെയ്യുന്നതാണ് ഈ വാട്ടർ സ്പ്രെഡിങ് സിസ്റ്റം. നമ്മുടെ നാട്ടിലൊന്നും കണ്ടുവരാത്ത ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ ആ സ്പ്രെഡ് ചെയ്യുന്ന വെള്ളം കണ്ടില്ലേ, അതിൻ്റെ കറക്റ്റ് ഒരു സ്പ്രിൻറ്റിൽ വെച്ചാണ് ഈ വാട്ടർ അവർ സ്പ്രേ ചെയ്യുന്നത്. ലിമിറ്റഡ് വെള്ളം മാത്രമാണ് അവിടെ എത്തുള്ളൂ, കാരണം ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. കറക്റ്റ് സ്ഥലങ്ങളിൽ എത്തേണ്ട വെള്ളം, ആ ചെടികൾക്കും ആ ഒരു കൃഷിയിടങ്ങൾക്കും എത്തേണ്ട വെള്ളം മാത്രം അവർ സ്പ്രെഡ് ചെയ്യുന്നു. നമ്മുടെ നാട്ടിലൊന്നും കാണാത്തൊരു സിസ്റ്റമാണ് അവർ യൂസ് ചെയ്യുന്നത്. അതായത് ഒരു മോട്ടറായിട്ട് ഘടിപ്പിച്ച് 2 റോഡുകൾ, അതിൻ്റെ 2 സൈഡിലും ഘടിപ്പിച്ചിരിക്കുന്ന വലിയ വലിയ ടയറുകൾ, അതായത് ട്രാക്ടറിൻ്റെയൊക്കെ യൂസ് ചെയ്ത ടയറുകളാണ് അവർ ഇതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. 2 സൈഡിലും ഓട്ടോമാറ്റിക് സിസ്റ്റം, അതായത് അവർ സ്വിച്ച് ഇടുമ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്ത് വെള്ളം അവിടെ സ്പ്രെഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയുള്ളൊരു കണക്ഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. هذا خالو انا هذا بابا هو. ايوه ايش اسمه انت؟ ما شاء الله شفيق. ايوه ايوه الحمد لله. ما في معلوم زياده عربي شويه ما في مشكله. في كيرلا. ايوه كيرلا. هذا غزال هنا مها هناك حصان هنا غنم بكري هناك. اوكي. في نعام هنا كل موجود. بكري زياده ها؟ ما زيادة. شاء الله ما شاء الله. هنا في غزال زياده في 2 هنا. اوكي. في جلسه يبغى يجلس انت ومدام هنا ويجي كله مفتوح 24 ساعه. ما شاء الله. يجي يجلس يسوي غدا يسوي عشاء ما في مشكله. على طول يجي نفر ها؟ كله على طول نفر يجي. لكن في تاني سيم في فارم لازم فلوس لازم ركب كذا. لا مجاني بدون فلوس بدون شيء. لا كله فارم شيل فلوس زياده نفر قرقير है. هنا انا شوف والله 100 كويس ها. اجر فوق والله كويس ان شاء الله. സെയ്ഫ് അബ്ദുൽ സലാം ഇവർ 2 പേരുമാണ്. ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞൊരു പ്രൈവറ്റ് ഫാമാണ് ഇത്. എല്ലാവർക്കും വേണ്ടി ഇവർ തുറന്നിട്ടിരിക്കുകയാണ്. ഇതിൽ ഇവരൊന്നും വാങ്ങിക്കാതെ ഒരു പേ ചെയ്യാതെ വേണ്ടി ചെയ്യുന്നൊരു ഫാമാണ്. നിങ്ങൾക്ക് പടച്ചവൻ നമുക്ക് അതിനും ഇത് എൻജോയ് ചെയ്യുമ്പോൾ ആളുകൾക്കൊരു ഗുണം തരും, അള്ളാഹു ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. നമ്മൾ എവിടെ പോയാലും കാണുന്നത് ഫാമുകളിൽ അവർ പേ എൻട്രി വച്ചിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ പേ ഒന്നുമില്ല, അവർക്ക് നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാണാമെന്നാണ് അവർ പറയുന്നത്. അത് തന്നെ ഒരു പോസിറ്റീവ് സംഭവമാണ്. ഇത് അടക്കില്ല, എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വരാം, കാണാം. ഇത് ആളുകളുടെ മുന്നിലേക്ക് എത്തിക്കാനാണ് അവർ പറയുന്നത്. അത് തന്നെ ഏറ്റവും വലിയ സന്തോഷമാണ്. അതും സൗദിയുടെ മണ്ണിൽ ഇതേപോലുള്ള ആളുകൾ ഉണ്ടോ എന്നുള്ളത് സത്യം പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എല്ലാവരും അറിയിക്കാനാണ് അവർ പറയുന്നത്. അറിയാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ കൂടെ എല്ലാവരും അറിയാം. കൂട് തുറക്കാതെ തന്നെയാ. അതാ ചെറിയ സ്ഥലത്തു നിന്നൊക്കെ വെള്ളം കുടിക്കാണ്ട. നെല്ലും വെള്ളവും ഇവര് കഴുത്തിലിങ്ങനെ പിടിച്ചു നോക്കാൻ തോന്നുന്നുണ്ട്. കഴുത്തിലിങ്ങനെ ഓസ് പോലെ ഇരിക്കുന്നു. പൂച്ച ഓടിയല്ല പേടിപ്പിച്ചെടുങ്ങാക്കി ബാക്കിക്കോട് വന്ന് എന്റെ വായ വിളിച്ചണ്ടേ. ഗൈസ് മാത്രമല്ല അവിടെ അതേ പ്ലാസ്റ്റിക് കിടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സാധനങ്ങൾ മാക്സിമം ആളുകൾ വരുമ്പോൾ സൂക്ഷിക്കുക. ഇതുപോലത്തെ ഒരു പ്രൈവറ്റ് ഫാമാണ്. പ്ലാസ്റ്റിക്കൊക്കെ അവരെടുത്ത് കടിക്കുന്നുണ്ടോ. ഒരിക്കലും ഇതേപോലുള്ള പ്ലാസ്റ്റിക്കും കുപ്പികളൊന്നും ദയവ് ചെയ്ത് ആരും വലിച്ചെറിയാതിരിക്കുക. ഇവർ ഇത്ര കാത്തു സൂക്ഷിച്ച് വളർത്തുന്നതാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. അത് നല്ല നല്ല നല്ല
നമ്മൾ ശരിക്കും പറഞ്ഞാൽ കണക്ട് ചെയ്യുന്ന മൈക്ക് എടുത്തിട്ടില്ല. കാരണം വിൻഡ് അത്ര ഉണ്ട്, നല്ല കാറ്റുണ്ട്. അതുകൊണ്ട് വോയിസ് എത്ര കറക്റ്റ് കിട്ടുന്നത് നമുക്കറിയില്ല. ലിപ്സ്റ്റിക് ഇട്ട ഒട്ടക പക്ഷി ഗൈസ്. നിർത്തിയേക്കാണ്. അങ്ങോട്ട് നോക്കിയാലും ഈന്തപ്പന, ഇങ്ങോട്ട് നോക്കിയാലും ഈന്തപ്പന, ചുറ്റും ഈന്തപ്പന മാത്രം. അടുത്തൊരു പണിക്കാരനാട്ടോ, അവൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ആൾ പറയുന്നത് ഇപ്പം ഈന്തപ്പഴങ്ങളാണ് കൂടുതലും ഉള്ളത്. തോട്ടയിൽ ഓടുന്ന വണ്ടികളാണ് ഇതെല്ലാം. അവർ ഇവിടെ ഇത് ആവശ്യത്തിനായിട്ട് വണ്ടി, ഇവിടുത്തെ ലോക്കലിൻ്റെ അകത്തും പുറത്തൊക്കെ ആയിട്ട് ഓടുന്ന വണ്ടികളാണ്. സാധനങ്ങൾ കയറ്റാനും അതിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് എടുക്കുന്ന വണ്ടികളാണ് കേട്ടോ അതെല്ലാം. അതെ, ഇനി അടുത്ത തവണ നമ്മൾ വരുമ്പോൾ ഓറഞ്ചൊക്കെ കാണുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അതെ അതെ, അവരോട് ചോദിച്ചപ്പോൾ ആളങ്ങനെയാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഓറഞ്ചൊക്കെ പിന്നെയാണ് ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം മച്ചന്മാരെ, നമ്മുടെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നൊരു കിടലും വ്ളോഗായത്. ഞങ്ങൾ ഒരുപാട് പേഴ്സണൽ എക്സ്പീരിയൻസ് ചെയ്ത ഒരുപാട് സന്തോഷിച്ച് ഒരുപാട് ഹാപ്പി തന്നൊരു പറഞ്ഞിട്ട് അങ്ങനെ എക്സൈറ്റ്മെൻറ്റ് തീരുന്നില്ല. കാരണം ഇതേപോലൊരു വലിയൊരു ഫാം ഇത് എല്ലാവർക്കും വേണ്ടി ഓപ്പൺ ചെയ്തിട്ടിരിക്കുക എന്ന് പറയുന്നത് വിത്ത് പ്രൈവറ്റ് ഒരു വ്യക്തിയുടെ, ഒരു സൗദിയുടെ ഒരു വലിയൊരു കുടുംബത്തിന്റെ ഒരു സ്നേഹം അറിയിക്കാൻ വേണ്ടിയാണ്. പടച്ചോന്റെ അടുത്തുനിന്ന് ഇത് ചെയ്യുന്നതിന്റെ ഒരു അനുഗ്രഹം മാത്രം. അതെ, ഇവർക്ക് ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാസ്സൊക്കെ വെച്ച് ചെയ്യാം. അവർ പാസ് വെച്ചൊന്നും ചെയ്യുന്നില്ല. അവരുടെ ഒരു കുടുംബ സ്വത്തായിട്ട് ആളുകളെ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തേക്കാണ്. മാത്രമല്ല, നമ്മൾ കണ്ട സൗദി പയ്യന്മാരൊക്കെ ഭയങ്കര സ്നേഹം, വെള്ളം കുടിക്കണം എന്തൊക്കെയാണെന്ന് പറഞ്ഞ് ഭയങ്കര കെയറിംഗ് ആണ് നമ്മളവിടെ വരുന്ന ആളുകളെ. അത് ശരിക്കും വരാനാണ് അവർ പറയുന്നത്. അതെ, ഇപ്പോൾ കൊറോണ ആയതുകൊണ്ടാണ് ഞാൻ അവരോട് ചോദിച്ചു, ഇല്ലെങ്കിൽ അവരുടെ വീട്ടിൽ കയറി സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു. കൊറോണ ആയതുകൊണ്ടാണ്, മാമായും ബാബായൊക്കെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമുക്ക് കയറാൻ പറ്റായിരുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ടേക്ക് കെയർ ആൻഡ് ബൈ.